ഹലോ. ബാക്ക്ഗ്രൗണ്ടൊക്കെ വ്യത്യാസമുണ്ടാവും, വേറെ സ്ഥലത്താണ്. എന്നാലും നമ്മുടെ ടോക്സ് കണ്ടിന്യൂ ചെയ്യട്ടെ അല്ലേ. അപ്പോൾ സീസ് ഫയറൊക്കെ അനൗൺസ് ചെയ്തു എന്ന് പറയണം, സമാധാനം പുനഃസ്ഥാപിക്കുന്നു, ഏറ്റവും നല്ലത്. ഇനിയൊരു കാര്യമുണ്ട്, നമ്മുടെ കുടുംബങ്ങളിൽ ആഭ്യന്തര കലഹം ഒഴിവാക്കാൻ വേണ്ടിയിട്ട്, സമാധാനം പുനഃസ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ഒരു കാര്യം പറഞ്ഞോട്ടെ. ഇപ്പോൾ എല്ലാവരുടെയും വീടുകളിൽ ചിലപ്പോഴെല്ലാം മിക്കവാറും സംഭവിക്കുന്ന കാര്യങ്ങളാണ്. കൂട്ടുകുടുംബങ്ങൾ കുറവാണ്, എന്നാലും കൂട്ടുകുടുംബം ഉണ്ടെങ്കിൽ അവിടെ ഒരു കുഞ്ഞുണ്ടാകുമ്പോൾ ആ അപ്പൂപ്പനും അമ്മൂമ്മയും അയ്യോ പിന്നെ ഒന്നും പറയണ്ട, ഭയങ്കര നീളത്തിലൊരു ലിസ്റ്റാണ് മരുമകൾക്ക്. കുഞ്ഞിന് ഇതേ കൊടുക്കാവുള്ളൂ, കുഞ്ഞിന് അതേ കൊടുക്കാവുള്ളൂ, ഇത് കൊടുത്തുകൂടാ, ഈ സമയത്ത് ഉറക്കിക്കൂടാ, ഈ സമയത്ത് പാല് കൊടുത്തുകൂടാ, ഈ സമയത്ത് ഈ ഫുഡ് കൊടുക്കണം, ഈ സമയത്ത് ആ ഫുഡ് കൊടുക്കണം. എൻ്റെ ദൈവമേ, എന്താണ് ഇങ്ങനെ? പിന്നെ ബുദ്ധി വളരണമെങ്കിൽ അത് ചെയ്യണം, ഇത് ചെയ്യണം. അവർ വളർത്തി വിട്ട ആൾക്കാരുടെ ബുദ്ധിയൊക്കെ എത്രത്തോളം ഉണ്ടെന്ന് നമുക്കറിയാം അല്ലേ. പിന്നെ എന്തിനാ അവർ ഇത് നമ്മുടെ അടുത്തൊരു ലിസ്റ്റും കൊണ്ടുവരണേ? പിന്നെ ചിലരുണ്ട് കേട്ടോ, ഇപ്പം പറയാണ്, എന്താ കൊടുത്തത്? മുട്ട കൊടുത്തു. അയ്യോ, മുട്ട അധികം കൊടുക്കല്ലേ, കുഞ്ഞിന് വണ്ണം വെച്ചു പോകും. ഓ ശരി. എന്താ കൊടുത്തത്? കുറച്ച് ചിക്കൻ പീസ് കൊടുത്തു. അയ്യോ, ഇപ്പോഴത്തെ കാലത്ത് ചിക്കൻ കുട്ടികൾക്ക് കൊടുത്തൂടാ, അറിയില്ലേ, ഇന്ന അവിടുത്തെ കുഞ്ഞിനെ കണ്ടില്ലേ, അതിങ്ങനെ ഓവറായിട്ട് വണ്ണം വെച്ചു പോയി, എന്ത് ചെയ്യല്ലേ, കൊടുക്കല്ലേ. ഓ ശരി. അത് കഴിഞ്ഞ് പച്ചക്കറിയുടെ സൂപ്പാണ് കൊടുത്തത്. അയ്യോ, ഇപ്പോൾ പച്ചക്കറിയിൽ മുഴുവനും വിഷമാണ്, അത് നല്ലപോലെ തിളപ്പിച്ച് വെള്ളമെല്ലാം കളഞ്ഞിട്ടാണോ അതിൻ്റെ പുറത്തുള്ള എന്തെങ്കിലുമൊക്കെ പറ്റി പിടിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ പോയോ? ഓ ശരി. ഇനി അടുത്ത പ്രാവശ്യം. ഇപ്പം എന്താ കൊടുത്തേ? ആപ്പിള്. അയ്യോ, ആപ്പിളിൽ മുഴുവൻ വാക്സ് അല്ലേ, കൊടുക്കാവോ? എൻ്റെ ദൈവമേ, ഞങ്ങൾ എന്ത് ചെയ്യണം? ശരി, എന്നാൽ ഇനി ഒരു കാര്യം ചെയ്യാം, പാക്ഡ് ഫുഡ് തന്നെ വാങ്ങിക്കാം. അതാകുമ്പോൾ കുറച്ചെങ്കിലും നമുക്ക് ഒരു വിശ്വാസയോഗ്യത ഉണ്ടല്ലോ. ഈ കമ്പനീസ് ഒന്നും അങ്ങനെ ബേബി ഫുഡിലൊന്നും അങ്ങനെ മായം കലർത്തില്ലായിരിക്കും, പറയാൻ പറ്റില്ല. ഒരു വലിയ കമ്പനിയിൽ ഫുഡിനകത്ത് പൊടിച്ചു ചേർക്കുന്ന സാധനം എന്താണെന്നറിയോ? ഖനത്തിന് വേണ്ടിയിട്ട് ഗ്ലാസിൻ്റെ പൊടി. ഇതാരാ ഇത് പറഞ്ഞത്? എന്തൊരു മണ്ടത്തരാ അത്. അതെ, അവിടെ ജോലി ചെയ്യുന്ന ഒരാൾ, അങ്ങനെ ആ ജോലി ചെയ്യുന്ന ഒരാളുടെ ഒരു ഫേക്ക് ഐഡന്റിറ്റിയും കൊണ്ട് വന്നിട്ട് ഇന്ന ആൾ അവിടെ ജോലി ചെയ്യുന്നുണ്ട് അയാൾ പറഞ്ഞെന്ന്. അപ്പം ഞാനിങ്ങനെ കേട്ടപ്പോൾ ഞാൻ ഒരാളോട് പറഞ്ഞു, അയാളുടെ നമ്പറിങ് തന്നെ, അയാളുടെ പേരിങ് തന്നെ, ഞാൻ ആ കമ്പനിക്ക് എഴുതട്ടെ, നിങ്ങളുടെ അവിടെ ജോലി ചെയ്യുന്ന ആൾ ഇങ്ങനെയുള്ള ദുഷ്പ്രചരണങ്ങൾ ഈ കമ്പനിയുടെ പ്രോഡക്റ്റിനെ പറ്റി നടത്തുന്നുണ്ടെന്ന്. അവിടെ നിന്നും ഫുഡ് വാങ്ങിച്ച് അല്ലെങ്കിൽ അവിടെ ജോലി ചെയ്ത് അവരുടെ സാലറി വാങ്ങിച്ചു കഴിഞ്ഞിട്ട് പുറത്തിറങ്ങിയിട്ട് ഇങ്ങനെയാണോ പറയേണ്ടത്? ഒരു യോഗ്യമാവാൻ വേണ്ടിയിട്ട് വല്ലവരും പറഞ്ഞുണ്ടാക്കണതായിരിക്കും, അയാൾ പറഞ്ഞോന്നായിരിക്കില്ലേ. അപ്പം ഉണ്ടാതെ ഇതുപോലെയുള്ള പൊട്ടത്തരങ്ങൾ പറയും. എന്നിട്ട് കുറേ നാൾ കുഞ്ഞിന് ആ പൊടി കൊടുക്കരുത്, ഈ പൊടി കൊടുക്കരുത് എന്നൊക്കെ പറയും. എൻ്റെ കാര്യത്തിൽ ഞാനങ്ങ് ഡിസൈഡ് ചെയ്തേക്കും കേട്ടോ. എൻ്റെ അമ്മയും ഇങ്ങനെ പറയുമായിരുന്നു, അമ്മച്ചിയും പറയുമായിരുന്നു, ഞാനതൊന്നും മൈൻഡ് ചെയ്യാറില്ല, എനിക്കിഷ്ടമുള്ളതൊക്കെ ചെയ്യും. അങ്ങനെയാണ്, അതുപോലെ ആയിരിക്കണം നിങ്ങളൊക്കെ. നിങ്ങളുടെ കുഞ്ഞിനെ നിങ്ങൾ വളർത്തു, അവരുടെ കുഞ്ഞുങ്ങളെ അവർ വളർത്തിയതല്ലേ. നമ്മളെന്തിനാണ് അവർ പറയുന്നതെല്ലാം കേൾക്കുന്നത്? എല്ലാം ഒന്നും കേൾക്കണ്ട. പക്ഷെ ചിലപ്പോൾ ചില കാര്യങ്ങളിൽ ഇപ്പം പനിക്കൂർക്ക ഇലയുടെ ഫുഡ് കുറച്ച് ദിവസം കൊടുക്കുക എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ ഓക്കെയാണ്. എന്നാലും ഉണ്ടല്ലോ, ഇപ്പം എന്താ പറയുന്നതെന്ന് വെച്ചാൽ ഈ പച്ചയായിട്ടുള്ള സാധനങ്ങൾ, പനിക്കൂർക്ക, തുളസി, അങ്ങനെയുള്ളതൊന്നും ഈ ചെറിയ കുഞ്ഞുങ്ങൾക്ക് കൊടുത്തുകൂടാന്നാണ് പറയണത്. അവർക്ക് കുറച്ച് അതൊന്നും ഡൈജസ്റ്റ് ചെയ്യാറായിട്ടുണ്ടാവില്ലേ. അതുകൊണ്ടാണല്ലോ പുതിയ മെഡിസിൻസ് ഒക്കെ വന്നു കഴിയുമ്പോൾ കുട്ടികൾക്ക് അധികം വ്യാധി ഇല്ലാത്തത്, ചൈൽഡ് മരണങ്ങളില്ലാത്തതൊക്കെ അല്ലേ. അപ്പം നമുക്കതല്ലേ വേണ്ടത്, നമുക്ക് നമ്മുടെ കുഞ്ഞിൻ്റെ ആരോഗ്യവും പിന്നെ സൗഖ്യവും അല്ലേ വേണ്ടത്. അപ്പോൾ കൂടുതലും അധികവും ഇംഗ്ലീഷ് മരുന്നായിരിക്കും നല്ലത്. എല്ലാ ഒരു മിതത്വത്തിൽ ചെയ്യുന്നതാണ് എൻ്റെ അഭിപ്രായം. എൻ്റെ അമ്മ എനിക്ക് ബ്രഹ്മി എന്ന് പറഞ്ഞൊരു ഇല അരച്ച് തരുമായിരുന്നു അത്ര. അത് ഭയങ്കരമായിട്ട് കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാക്കും. അതുകൊണ്ട് ആ ബ്രഹ്മി ഇല അങ്ങ് അരക്കുകയാണ്, അതിന് ഇന്നതെന്നൊക്കെ ഉണ്ടോ, ഇത്രയേ കൊടുക്കാവുള്ളൂ, അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ. അത് വല്ലതും അറിയോ? ചെറിയ പെൺകുട്ടികളല്ലേ അന്നും നമ്മുടെ അമ്മമാരും ഒക്കെ. അപ്പോൾ അതൊക്കെ തന്നിട്ടാണ് എനിക്ക് ഭയങ്കര ബുദ്ധി എന്ന് പറയാം അമ്മ. ശരി, സമ്മതിച്ചു. അപ്പോൾ ഈ ബ്രഹ്മി ഗുളികയായിട്ട് കൊടുക്കുന്നില്ലേ ഇപ്പോൾ ഇംഗ്ലീഷ് മരുന്നിലും അതൊക്കെ ചേർക്കുന്നുണ്ടല്ലോ. അപ്പോൾ അത് കഴിച്ചാൽ പോരെയെന്ന് ഞാൻ ചോദിക്കും. ഇതൊക്കെ ഈ ഒരു എന്താ പറയണേ, ജനറേഷൻ ഗ്യാപ്പ്. ഇനി കുറച്ച് കഴിയുമ്പോൾ എൻ്റെ മോൾ എന്നോട് അങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കും. അപ്പോൾ ഇതൊക്കെ കണക്കാണെന്നേ. പക്ഷേ ഈ 2, 3 വയസ്സൊക്കെ ഉള്ള ടോഡ്ലേഴ്സിൻ്റെ അമ്മമാർ, അവർക്ക് ദേഷ്യം വരും. ഈ മദർ ഇൻ ലോയും ഫാദർ ഇൻ ലോയും ഒക്കെ കൂടുതൽ ഇങ്ങനെ ആ കുട്ടിയുടെ
സംരക്ഷണം, അതായത് ഗ്രാൻഡ് പേരൻസിൻ്റെ കയ്യിലാണ് ഗ്രാൻഡ് ചൈൽഡിൻ്റെ എൻറ്റയർ ഫ്യൂച്ചർ ഇരിക്കുന്നതെന്നുള്ള മട്ടിൽ അവർ പെരുമാറിക്കളയും. അത് പല സ്ഥലങ്ങളിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അതിൻ്റെ ആവശ്യമുണ്ടോ? അവർക്ക് ഈ കുട്ടികൾ ഉണ്ടാകുന്ന പേരൻസിന് ആ ഒരു ഏജായി ആ ഒരു എന്താ പറയണ നോളജ് ഉള്ളതുകൊണ്ടാണല്ലോ അവർ പേരൻസ് ആയതല്ലേ. വൈ ഡോണ്ട് യു അലൗ ദം ടു ജസ്റ്റ് പാരന്റ് ദെയർ ഓൺ ചൈൽഡ്? നമ്മൾ അങ്ങോട്ട് മാറിക്കൊടുക്കുക. കുറച്ച് ഈ അപ്പൂപ്പൻ അമ്മൂമ്മ എന്ന് പറയുന്ന ആ കാറ്റഗറിയിൽ പെടുന്ന ആളുകൾ കേൾക്കുന്നുണ്ടെങ്കിൽ ഒന്ന് മാറിക്കൊടുക്കുക. അവർ ചെയ്തോട്ടെ. കാരണം എല്ലായിടത്തും എപ്പോഴും കടന്നു കയറി ചെല്ലുന്നത് കൊണ്ടാണ് ഈ ആഭ്യന്തര കലഹങ്ങൾ ഉണ്ടാകുന്നത് ഈ കുഞ്ഞിൻ്റെ പേരിൽ. അവൻ ഉറങ്ങുന്ന നേരത്തിന് ചിലപ്പം അവർ കളിപ്പിച്ചുകൊണ്ടിരിക്കും. കുട്ടി ഉറങ്ങാതെ ഇരിക്കുമ്പോൾ കുട്ടിയുടെ അമ്മയ്ക്ക് അടുത്ത ദിവസം സ്കൂളിലോ കോളേജിലോ അല്ലെങ്കിൽ ഓഫീസിലോ ഒക്കെ ജോലിക്ക് പോകേണ്ട അമ്മയാണെങ്കിൽ ഈ കുഞ്ഞ് രാത്രി പിന്നെ ഉറക്കൂല. ഇവർ കളിച്ചുകൊണ്ടിരിക്കും, അത് ലേറ്റായിട്ട് വന്ന് ഉറങ്ങും. അങ്ങനെ എല്ലാം അവരുടെ താളം തെറ്റും. അപ്പോൾ എന്ത് ചെയ്യണം? ആ അമ്മ ഒരു ഷെഡ്യൂൾ വെച്ചിട്ടുണ്ടെങ്കിൽ അവരത് ചെയ്തോട്ടെ. നമ്മൾ പിടിച്ചു നിർത്തണ്ട, നമ്മൾ കുട്ടിക്ക് കഥ പറഞ്ഞു കൊടുക്കാൻ പോകണ്ട. അതിന് വേണമെങ്കിൽ ഒരു സമയം വെക്കുക. ചെറിയ ചെറിയ കഥകൾ പറഞ്ഞു കൊടുക്കാനുള്ള സമയം എപ്പോഴാണെന്ന് അമ്മ പറയും, അത് കേൾക്കുക. അവർ എൻ്റെ പേരക്കുട്ടിക്ക് കഥ പറഞ്ഞു കൊടുക്കാൻ ടൈം ടേബിളോ ചിലപ്പോൾ ആവശ്യം വന്നാൽ വേണ്ടി വരും. എല്ലാത്തിനും ടൈം ടേബിൾ വേണ്ടി വരും. അതാകുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ആ കലഹം ഉണ്ടാവില്ല. പിന്നെ ഒരു അന്തരീക്ഷത്തിൽ എപ്പോഴും ഒരു സമ്മർദ്ദം ഉണ്ടാവും. അല്ലെങ്കിൽ കുട്ടീനെ ആരാ കുളിപ്പിക്കേണ്ടത്, കുട്ടിക്ക് ആരാണ് ചോറ് വാരി കൊടുക്കേണ്ടത്, ഒരു മത്സരമാണ്. എന്തിനാണ് ഈ പന്തയത്തിനൊക്കെ പോകുന്നത്? ഇതെല്ലാം നമ്മൾ ചെയ്ത് നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തിക്കഴിഞ്ഞതല്ലേ. പിന്നെ ഗ്രാൻഡ് ചിൽഡ്രന് അവരെ ഒരു സപ്പോർട്ട് ചോദിക്കുകയാണെങ്കിൽ മാത്രം കൊടുത്താൽ പോരെ. എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്? പിന്നെ അതേപോലെ സ്ക്രീൻ ടൈം, ചിലപ്പോൾ ഈ ഫോണിൽ നോക്കി കളിക്കുന്നത് കുട്ടികൾക്ക് ഇഷ്ടമാണല്ലോ, അത് കൊടുക്കാതിരിക്കും അമ്മമാർ. അവരെ കണ്ണ് കേടാകാതിരിക്കാനും അല്ലെങ്കിൽ വേണ്ടാത്തതൊക്കെ അത് കണ്ട് അബ്സോർബ് ചെയ്യാതിരിക്കാനായിട്ട്. പക്ഷേ ഇവരുടെ ഇഷ്ടം, കുഞ്ഞുങ്ങളുടെ ഇഷ്ടം നേടാൻ വേണ്ടിയിട്ട് അപ്പൂപ്പനും അമ്മൂമ്മയും നീ എടുത്ത് കളിച്ചോ മോനെ ഇന്നാന്ന് പറഞ്ഞ് അങ്ങനെ കൊടുക്കാൻ പാടില്ല. കാരണം അവരൊരു സെറ്റപ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. ഇല്ല, ഇങ്ങനെ നമ്മൾ കുഞ്ഞുങ്ങൾ ഇങ്ങനെയാണ് വളർത്താൻ പോണത് ഞങ്ങളുടേന്ന് ആ അച്ഛനും അമ്മമാരൊരു ഒരു പ്രോട്ടോകോൾ അവർക്കുണ്ടായിരിക്കും. ഈ സ്ക്രീൻ ടൈമും TV വാച്ചിങ്ങും ഒക്കെ. അപ്പോൾ ഈ പന്ന സീരിയലുകളൊക്കെ ആണല്ലോ ഇപ്പം നടക്കുന്നത്. അതിൻ്റെ ഇടയിൽ കൊണ്ടുവന്ന് വെച്ച് കുട്ടീനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അറിയാതെ ഈ കുഞ്ഞിൻ്റെ ശ്രദ്ധ ആ സീരിയലിലേക്ക് പോകും. അല്ലെങ്കിൽ എന്താണ് അവിടെ നടക്കുന്നതെന്ന് നോക്കും. അങ്ങനെ നോക്കുമ്പോൾ വേണ്ടാത്തതൊക്കെയാണ് കുട്ടികൾ എടുക്കുക. ഇപ്പോൾ എന്തെങ്കിലും ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ അതിൽ പറയുന്ന ചീത്ത വേർഡുകളൊക്കെ ആയിരിക്കും. വീട്ടിൽ ആരും അങ്ങനത്തെ വേർഡ്സ് യൂസ് ചെയ്തിട്ടുണ്ടാവില്ല. പക്ഷെ പെട്ടെന്ന് ആ കുട്ടി അത് കേട്ട് പഠിച്ചിട്ട് എല്ലാവരും ചിരിക്കുകയൊക്കെ കാണുമ്പോൾ അത് റിപ്പീറ്റ് ചെയ്യും. അപ്പോൾ റിപ്പീറ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഗ്രാൻഡ് പേരൻസ് ഒന്ന് എൻകറേജ്മെൻറ്റ് പോലെ ഷെടാ ഇവനാരും കൊള്ളാലോ ഇവളാരും കൊള്ളാലോ എന്താ മോളെ പറഞ്ഞതെന്ന് വെച്ചാൽ ഒന്നെങ്ങാൻ എൻകറേജ് ചെയ്ത് പോയി കഴിഞ്ഞാൽ പിന്നെ തീർന്ന്. അവിടെ ഇവിടെ നോട്ടം ഇല്ലാതെ കുഞ്ഞുങ്ങളല്ലേ അത് പറഞ്ഞെന്നിരിക്കും. നാണം കെടുന്നത് പേരൻസ് ആയിരിക്കും. അപ്പോൾ ആ നാണക്കേട് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ഈ മരുമകൾ പറഞ്ഞെന്നിരിക്കും, അയ്യോ ഇങ്ങനെ ചെയ്യല്ലേ എന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ കലഹമായി. ഞങ്ങളെന്താ കുട്ടികളെ വളർത്തിയിട്ടില്ലേ, ഞങ്ങൾ വളർത്തിയ കുട്ടിയല്ലേ നിൻ്റെ കൂടെ കഴിയണേന്ന് ചോദിച്ചാൽ അന്നത്തെ കാലത്ത് ഇതുപോലുള്ള സീരിയലുകളോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള ശ്രദ്ധ മാറുന്ന കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ കുഞ്ഞുങ്ങളിങ്ങനെ ഇതുപോലെ എന്താ പറയുക, പാരൻറ്റിങ് ഇത്ര ഡിഫിക്കൽട്ടല്ല. ഇന്ന് ഒരുപാട് കാര്യങ്ങളുണ്ട് അവരുടെ ശ്രദ്ധ വ്യതിചലിച്ചു പോകാനായിട്ട് ഭയപ്പെടുത്തുന്ന രീതിയിലുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ അമ്മമാർ ഭയങ്കര ജാഗരൂകരായിരിക്കും. എസ്പെഷ്യലി ജോലിക്ക് പോയിട്ട് വരുന്നവരൊക്കെ വളരെ കുറച്ച് സമയമാണ് ഈ കുട്ടിയുടെ കൂടെ ഇരിക്കാൻ വരുന്നതെങ്കിൽ ഓൾറെഡി അപ്പൂപ്പൻ്റെ അമ്മൂമ്മയുടെ കൂടെ ഇരുന്ന് കുഞ്ഞ് പല കാര്യങ്ങളും വഷളത്തരങ്ങൾ പഠിച്ചു കാണും. അപ്പോൾ അതെങ്ങനെ കറക്റ്റ് ചെയ്തെടുക്കും? ചൊട്ടയിലെ ശീലം ചുടല വരെ എന്നല്ലേ. അപ്പോൾ ആ കുട്ടി ഒരു സ്വഭാവ രൂപീകരണം ഉണ്ടായി കാണും അല്ലേ. അവിടെ വല്ലാത്തൊരു കൺഫ്യൂഷനിലായി പോകും ആ കുഞ്ഞ്. എന്താണ് ശരി ഏതാണ്. അപ്പോൾ അവനെന്ത് ചെയ്യുന്നു വെച്ചാൽ ആരാണ് അവൻ്റെ ശാഠ്യങ്ങൾക്ക് കൂട്ടു നിൽക്കുന്നത് അവരെ കൂടുതൽ സ്നേഹിക്കാനായിട്ട് ശ്രമിക്കും എന്നറിയാലോ. ഇപ്പോൾ അമ്മ അടിക്കാൻ വരുന്ന കാരണം, അമ്മ ഡിസിപ്ലിൻ പഠിപ്പിക്കുന്ന കാരണം അവൻ അമ്മയുടെ അടുത്ത് പോവാതെയോ അല്ലെങ്കിൽ അവൾ അമ്മയുടെ അടുത്ത് പോവാതെയോ അയ്യോ ഗ്രാൻഡ് പാരൻസിനെയാണ് കൂടുതൽ ഇഷ്ടം എന്നുള്ള മട്ടിൽ പറയും. അപ്പോൾ ഗ്രാൻഡ് പാരൻസ് എന്ത് ചെയ്യണം, ഈ അമ്മ എങ്ങനെയാണോ ചെയ്യുന്നത് അമ്മ പറയുന്ന രീതിയിൽ അങ്ങ് വിട്ടുകൊടുത്തേക്കണം. അവിടെ പോയിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പോകരുത്, നീ നടുക്ക് കയറിയേ നീ കുട്ടീനെ അടിക്കരുത് കേട്ടോ, ഇങ്ങനെയുള്ള വാക്കുകൾ പറയരുത്. അങ്ങനെ അറിയാതെ പോലും നമ്മൾ പറഞ്ഞു ചിലപ്പം കുഞ്ഞുങ്ങളെ അടിക്കുന്ന കാണുമ്പോൾ ആരുടെ കുഞ്ഞാണെങ്കിലും ഞാൻ ചിലപ്പോൾ അയ്യോ കൊച്ചെന്ന് പറയും. പക്ഷെ പിന്നീട് എനിക്കും മനസ്സിലായി നമ്മളങ്ങനെ പറയാൻ പാടില്ല. ആ കുട്ടീനെ ഡിസിപ്ലിൻ ചെയ്ത് വളർത്തിയില്ലെങ്കിൽ അതിൻ്റെ അമ്മയ്ക്കും അച്ഛനും അല്ലേ ദോഷം. ആ മോളുടെയോ മോൻ്റെയോ ഒരു ശ്രദ്ധ കിട്ടാൻ വേണ്ടി അവരുടെ അടുത്ത് നിന്ന് ഒരു ഇച്ചിരി സ്നേഹം കിട്ടാൻ വേണ്ടി അയൽപക്കത്തുള്ള ആൻറ്റിമാരോ അപ്പൂപ്പനമ്മൂമ്മമാരോ ഒക്കെ കയറി ഇടപെട്ട് കഴിഞ്ഞാൽ
ആ കുട്ടിയുടെ സ്വഭാവ രൂപീകരണത്തിൽ വളരെ മോശം ഇൻഫ്ലുവൻസ് ആണ് ഉണ്ടാക്കാൻ പറ്റുക ഈ ഗ്രാൻഡ് പേരൻസിന്. അവർ സ്നേഹമാണെന്ന് കരുതി ചെയ്യുന്ന കാര്യങ്ങൾ. സോ ഇറ്റ്സ് ബെറ്റർ നോട്ട് ടു ഡു ദാറ്റ്. അതേപോലെ തന്നെ ചില ഗ്രാൻഡ് പേരൻസും ഒരുപാട് ഓവർ ഫീഡ് ചെയ്യും. അങ്ങനെ ഒരു കുട്ടീനെ എനിക്കറിയാം, ഭയങ്കരമായിട്ട് ചെറുപ്പം മുതലേ അതിനെ ഓവർ ഫീഡ് ചെയ്ത് രാത്രി 3:30 മണിക്കൊക്കെ കുത്തി എഴുന്നേൽപ്പിച്ച് പാല് കൊടുക്കും, എന്തൊക്കെയോ കലക്കിയിട്ട്. ഈ അമ്മൂമ്മ ആ കുട്ടിക്ക് ഭയങ്കര ബോൺ വെയിറ്റ് ആയിപ്പോയി, ഭയങ്കര ഹൈറ്റും കൂടിപ്പോയി, ഓവറായിപ്പോയി അതിൻ്റെ വളർച്ച. ആ അമ്മൂമ്മയുടെ വിചാരം, അയ്യോ ഇത്രയും ഭക്ഷണം കൊടുത്ത് പരിപോഷിപ്പിച്ച് കഴിഞ്ഞാൽ കുട്ടി നല്ല ഗുണ്ടുമണിയായിട്ടിരിക്കുമ്പോൾ നല്ല രസമാണ് ചെറുപ്പത്തിൽ. പക്ഷെ അതേ രീതിയിൽ വലുതായിട്ട് വന്നു ആ കുട്ടി. അപ്പം അതിന് പിന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റാതെയായി. അങ്ങനെ ചില കുഞ്ഞുങ്ങളുണ്ട്. അപ്പോൾ അവർക്ക് ഈ വലുതായി ഒരു 10-20 വയസ്സ് കഴിഞ്ഞ് റിയലൈസേഷൻ ആയി കഴിയുന്ന സമയത്ത് ദേ വിൽ സ്റ്റാർട്ട് ഹേറ്റിംഗ് ദി ഗ്രാൻഡ് പേരൻസ്. സോ ബെറ്റർ അമ്മയും അച്ഛനും എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ചെയ്യട്ടെ. നല്ലതിനും കെട്ടതിനും ഒക്കെ അമ്മമാരും അച്ഛന്മാരും ചെയ്തോളും. ഗ്രാൻഡ് പേരൻസ് ആർ ദർ ഓൺലി ഫോർ മോറൽ സപ്പോർട്ട്. എപ്പോഴെങ്കിലുമൊക്കെ ചെറിയ നല്ല നല്ല മോറൽ കഥകൾ പറഞ്ഞു കൊടുക്കാൻ അറിയാമെങ്കിൽ അത് പറഞ്ഞു കൊടുക്കുക, വല്ലപ്പോഴും അവരെ വിസിറ്റ് ചെയ്യുക, അവർക്ക് ചെറിയ ചെറിയ ബുക്സ് വാങ്ങിച്ചു കൊടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യൂ. ടോയ്സ് വേണമെന്ന് ഞാൻ പറയേയില്ല. ചെറുപ്പം മുതലേ ബുക്സാണ് കുഞ്ഞുങ്ങൾക്ക് കയ്യിലേക്ക് എടുത്ത് കൊടുത്താൽ അതായിരിക്കും ഏറ്റവും ബെറ്റർ. ഡോണ്ട് ഗിവ് ദം ഈ തോക്ക് അങ്ങനത്തെയൊക്കെ സാധനങ്ങളില്ലേ, അതായത് വയലൻസിനെ ഇതാക്കുന്ന അതൊന്നും ഈ കൊച്ചുങ്ങൾക്ക് ടോയ് ആയിട്ട് കൊടുക്കരുത്. ഇപ്പം എനിക്ക് തോന്നുന്നു അതൊക്കെ നിർത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നു, ടോയ് ആയിട്ട് വരല തന്നെ നിർത്തിയിട്ടുണ്ട് തോന്നുന്നു. അങ്ങനെ കുറേ ഉണ്ടല്ലോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, അതൊക്കെ കുറച്ച് അവോയ്ഡ് ചെയ്യുക. ആൺകുട്ടികൾക്ക് ഇന്ന ടൈപ്പ് ടോയ്, ആൺകുട്ടികൾക്ക് കിച്ചൺ സെറ്റ് കൊടുക്കില്ല. വൈ? അതെന്താ? ആൺകുട്ടികളും പെൺകുട്ടികളും രണ്ടുപേർക്കും കിച്ചൺ സെറ്റ് വെച്ച് കളിച്ച് പഠിച്ച് അവരുടെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് അങ്ങനെ കയറുകയല്ലേ. നമുക്ക് ആഹാരം പാചകം ചെയ്യണം. അത് അച്ഛൻ പാചകം ചെയ്താലും അമ്മ പാചകം ചെയ്താലും നമ്മുടെ വിശപ്പിന് ഫുഡ് ഉണ്ടാകണം അല്ലേ വീട്ടിൽ. അപ്പോൾ കുക്കിംഗ് ആ സ്കില്ല് രണ്ടുപേർക്കും വേണം. പെൺകുട്ടിക്കും ചെറിയ കാറുകളൊക്കെ വാങ്ങിച്ചു കൊടുക്കാമല്ലോ അങ്ങനെയാണെങ്കിൽ. ഇതെപ്പോഴും ആദ്യം മുതൽ ഈ നെറേറ്റീവ് ഉണ്ട്. ആൺകുട്ടികൾക്ക് ഈ ടോയ്, പെൺകുട്ടികൾക്ക് ആ ടോയ്, ആൺകുട്ടികൾക്ക് ബ്ലൂ കളറിലെ ഉടുപ്പ്, പെൺകുട്ടികൾക്ക് പിങ്ക് ഉടുപ്പ്. ഇങ്ങനെ ഇത് ഓരോ സാധനത്തിനും ഓരോ നാരേറ്റീവ് ഉണ്ടാക്കി വെക്കും. നമ്മൾ തന്നെ അതൊക്കെ അങ്ങ് ബ്രേക്ക് ചെയ്ത് നോക്കൂ, അതായിരിക്കും നല്ലത്. അപ്പോൾ അച്ഛനമ്മമാർ പറയുന്ന കാര്യങ്ങൾ കുറച്ചൊന്ന് അക്സെപ്റ്റ് ചെയ്ത് കൊടുത്താൽ ആഭ്യന്തര കലഹം കൂട്ടുകുടുംബങ്ങളിൽ ഒഴിവാക്കാം. ശരിയല്ലേ? അപ്പോൾ ശരിയാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇത്രയൊക്കെയാണ് എൻ്റെ ഒരു അറിവിൽ എനിക്ക് പറയാനുള്ളത്. ഓക്കെ, സോ സീ യു ടുമോറോ. ബൈ. സബ്സ്ക്രൈബ് ചെയ്തവർക്കും ചെയ്യാൻ പോകുന്നവർക്കും നന്ദി.